മുതിരി ഇണ്ണിത്തണ്ടും കൂടെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടിട്ട് എന്തൊരു ടേസ്റ്റാന്ന് അറിയാം. ഇത് ഞാൻ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചതേന്നു. അപ്പോൾ നല്ല പൊതിർന്നേക്കണേ. അപ്പോൾ ഇതാ ഇണ്ണിത്തണ്ടാണ് കേട്ടാ. ഇതിങ്ങനെ നമ്മൾ പൊടിയാക്കി നുറുക്കിയാൽ മതി. ഇതിപ്പോൾ ആരും അറിയാത്തവരുണ്ടാവില്ല. പക്ഷെ ഇത് നല്ല നമുക്ക് തടിക്കും നല്ലതാണ്, തിന്നാനും കഞ്ഞിക്കാവട്ടെ ചോറ്റിനാവട്ടെ ഒക്കെ തിന്നാൻ പറ്റും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഇനി ഇങ്ങനെ നല്ലോണം വേവിച്ചാൽ നമ്മൾ ചപ്പാത്തിക്കും കൂട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിക്ക് വേണ്ടിയത്. വെളിച്ചെണ്ണയും കടുകും ഉണക്കമുളകും കരിവേപ്പിൻ്റെ ഇലയും ചെറുള്ളി ഇട്ടുകൊണ്ട് നല്ല ഒന്നാണ്ട് വഴറ്റിയെടുക്കുക. ഇതാ നല്ല വെന്ത് വന്നേക്കണേ. ഇതും കൂടെ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്നാണ് മിക്സ് ചെയ്യുക. നല്ല വെന്ത് ആ വെള്ളം തീ കിടന്ന് നല്ല ഒന്നുകൊണ്ട് വറ്റി വരുമ്പോൾ തന്നെ നല്ല ഒരു മണവും ടേസ്റ്റുമാണ് കേട്ടോ. ആ വെളുത്തുള്ളിയും ഒക്കെ കൂടെ ആകുമ്പോൾ തന്നെ ടേസ്റ്റ് ഇല്ല. ഇതാ അങ്ങനെ ഒരു അച്ചാറും മതി, ഒരു ചോറും മതി ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. കഞ്ഞി കുടിക്കാനും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സൈഡിലൊക്കെ നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.